ഹായ്, വെൽക്കം ടു മാസ്റ്റർ ഫിസിക്സ്. നമ്മുടെ +2 റിസൾട്ട് ഈ മെയ് 26 വരുന്നത് എന്നുള്ളത് നമ്മളെ എഡ്യൂക്കേഷൻ വകുപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, കൺഫേം ആക്കിയിട്ടുണ്ട്. ഒന്നാമത്തെ പോയിൻ്റ് അതാണ്. രണ്ടാമത്തെ കാര്യം നമുക്ക് അതിലൂടെ മനസ്സിലാക്കേണ്ടത് +2 ഈ വരുന്ന +2 റിസൾട്ടിൽ A+കളുടെ എണ്ണം നല്ല പോലെ കുറയുന്നു എന്നുള്ളതാണ്. എന്താണ് അതിൻ്റെ റീസൺ എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം SSLC റിസൾട്ട് വന്നിട്ട് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. കഴിഞ്ഞ കൊല്ലത്തെ കമ്പയർ ചെയ്യുമ്പോൾ SSLCക്ക് 60,000-ഓളം ഫുൾ A+ കുട്ടികൾ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നെങ്കിൽ ഈ വർഷം അത് നേർപകുതി 50% ആയിട്ട് കുറഞ്ഞിട്ട് 30,000-ഓളം പേർക്ക് മാത്രമേ എന്തുള്ളൂ ഈ പ്രാവശ്യം ഫുൾ A+ ഉള്ളൂ. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഇവർ മൊത്തത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് മൊത്തത്തിൽ എന്ത് ചെയ്യാണ്, ഒരു പാറ്റേൺ ചേഞ്ചിനുള്ള തയ്യാറെടുപ്പിലാണ് എന്നുള്ളത് നമുക്ക് മൊത്തത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന ഒന്നാമത്തെ പോയിൻ്റാണ്. ക്ലിയർ. അപ്പോൾ നമ്മൾ ഇതുവരെ വിദ്യാഭ്യാസ വകുപ്പിനൊക്കെ കുറ്റം പറഞ്ഞ അവസാനം വിദ്യാഭ്യാസ വകുപ്പ് എന്ത് ചെയ്തു, അങ്ങോട്ട് നന്നായി, അപ്പോൾ നമ്മൾ പെട്ടു എന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ട് അല്ലേ. ഓക്കെ, എന്നാലും എന്താവർക്കും നല്ല മാർക്ക് കിട്ടും എന്നുള്ളതാണ് സാറിൻ്റെ പ്രതീക്ഷ. അങ്ങനെയാണെങ്കിൽ ഇതിനുള്ള റീസൺ സാർ ഇതാ വെറുതെ ഇങ്ങനെ +2 A+കളുടെ എണ്ണം കുറയും അല്ലെങ്കിൽ +2ൻ്റെ വിജയ ശതമാനം കുറയും എന്നുള്ളത് വെറുതെ അങ്ങോട്ട് പറയാൻ വേണ്ടി പറ്റും. 1-2 റീസൺസ് വേണ്ടേ. ഒന്നാമത്തെ റീസൺ സാറ് പറഞ്ഞു SSLCയുടെ വെച്ച് നോക്കുമ്പോൾ +2നും അതേ രീതിയിലായിരിക്കും ഇനി അങ്ങോട്ടേക്ക് മുന്നോട്ടേക്ക് പോകാനുള്ള ചാൻസ്. അതായത് റിസൾട്ടിൻ്റെ A+കളുടെ എണ്ണം എന്തായാലും കുറവായിരിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ കഴിഞ്ഞ +2 എക്സാം അത്യാവശ്യം നല്ല ടഫായിരുന്നു അല്ലേ. ഫിസിക്സ് ഒക്കെ എളുപ്പമായിരുന്നു, പക്ഷേ കെമിസ്ട്രി, മാത്സ്, അതേപോലെ ഇംഗ്ലീഷൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ കുഴപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പുതിയ പാറ്റേൺ പ്രകാരമുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നു തുടങ്ങിയിട്ടുള്ളത് അല്ലേ. നമ്മൾ ഓൾഡ് ആയിട്ടുള്ള നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നിന്നോ ആ രീതിയിൽ നിന്നൊക്കെ മാറിയിട്ട് പുതിയ ലെവൽ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ വരാൻ വേണ്ടി തുടങ്ങി. ബേസ് ലെവലിൽ നിന്ന് ചോദിക്കുന്നു. അതായത് നമുക്കൊരു പാറ്റേൺ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റാത്തൊരു രീതിയിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, എക്സാം പാറ്റേൺ മാറിയിട്ടുണ്ട്. അതാണ് രണ്ടാമത്തെ റീസൺ. മൂന്നാമത്തെ ഞാൻ ഓൾറെഡി പറഞ്ഞു, സ്ട്രിക്റ്റ് വാല്യുവേഷനാണ്. നമ്മൾ ഈ ഒരു മാത്സിൻ്റെ എക്സാമിൻ്റെ കേസിലൊക്കെ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ മാത്സിൻ്റെ ആ ഒരു എക്സാം സമയത്ത് നല്ല ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു വാല്യുവേഷൻ എളുപ്പമാവുമെന്ന് വിചാരിച്ചു. അതിൽ ഒരു വ്യത്യാസം വന്നിട്ടില്ല. അതായത് വാല്യുവേഷനിൽ എളുപ്പമാകുന്നുണ്ടെങ്കിൽ നമുക്കിത് ആൻസർ കീ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ആ ആൻസർ കീയിൽ ഞാൻ നോക്കുമ്പോൾ നിങ്ങൾ എന്താണോ എഴുതിയത് അതിന് മാത്രം മാർക്ക് കൊടുത്താൽ മതി, അല്ലാതെ ഒരു എക്സ്ട്രാ മാർക്കും കിട്ടുന്ന പരിപാടി ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അപ്പോൾ ഇതാരെയും പേടിപ്പിക്കാനോ മറ്റേതാക്കാനോ വേണ്ടിയിട്ട് ഒന്നുമല്ല സാറ് പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പ്രിപ്പയർ ആയിരിക്കുക. ഓക്കെ അല്ലേ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ജസ്റ്റ് നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ.